രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് ഇഡ്ഡലി സാമ്പാറാണ്. ഇനി പുട്ട് തിന്നിട്ട് തള്ളി എന്ന് പറയണ്ടല്ലോ, അപ്പൊ നമ്മൾ ഇഡ്ഡലി സാമ്പാറിലോട്ട് മാറ്റി. എന്നിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ ആസ് യൂഷ്വൽ ഊക്കല് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ കേൾക്കും, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് വേണം. ഇവളിടുന്ന വീഡിയോസിനൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഇങ്ങനെ ഇതൊക്കെ എനിക്ക് റിയാക്ട് ചെയ്യണം. എന്തപ്പോ നമ്മൾ ചെയ്യാം? നമ്മളൊരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. ഒരു സോഷ്യൽ മീഡിയയെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് എന്നെ പോലെയുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എങ്ങനെയാണ് ജീവിക്കും? നിങ്ങൾ പറയും. ഞങ്ങള് സപ്പോർട്ട് നമ്മൾ ഈ വീഡിയോസ് ഒക്കെ എടുക്കൽ നമുക്ക് ഫ്രീ കിട്ടുന്ന ടൈമിൽ ഒന്നെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ബ്രേക്ക് കിട്ടുന്ന സമയത്ത് എടുക്കല്. നിങ്ങളിത് കണ്ടിട്ട് നമുക്ക് പണിയില്ലാന്നൊന്നും കേട്ടിട്ടോ. നോ ഗൈസ്. അങ്ങനെ അന്നത്തെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലോട്ട് വിട്ടിട്ട് രാത്രിത്തെ ഭക്ഷണം റെഡിയാക്കാണ് നമ്മൾ. ഇന്ന് നമുക്ക് കഞ്ഞിയും പയറാണ് ഗൈസ് വെക്കാനുള്ളത്. വേറെ ഒന്നുമില്ല, വെറും കഞ്ഞി കുടിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. ഇനി ഹോസ്റ്റലിലുള്ളവർക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ഈ ഹോസ്റ്റലിലെ കഞ്ഞിന്റെ കാര്യം. ഇതിന്റെ റൂംമേറ്റിന്റെ ടേബിൾ ആട്ടോ. ഓൾറെഡി ഡെക്കറേറ്റ് ചെയ്ത് വെച്ചതാണ്. നല്ല രസമല്ലേ ഗൈസ് കാണാൻ? എന്തൊരു ഭംഗിയാണോ രാത്രി ഇത് കാണാൻ. ഒരു വാം ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് സംഭവം അടിപൊളി.